ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് അന്വേഷണം മഹാരാഷ്ട്രയിലേക്ക്. ഇടനിലക്കാർ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിന് കൈമാറിയ ബാങ്ക് അക്കൗണ്ട് മുംബൈ താനെയിലെ ഒരു സ്വകാര്യ കമ്പനിയുടേതാണെന്ന് വിജിലൻസ് കണ്ടെത്തി. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന രാഷ്ട്രീയ വേട്ടയ്ക്കും ഉദ്യോഗസ്ഥ അഴിമതിയിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ യുവജന മാർച്ച് നടത്തി. ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഒന്നാം പ്രതിയായ കൈക്കൂലി കേസിൽ നിർണായക വിവരങ്ങളാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ ഇടനിലക്കാർ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിന് കൈമാറിയ ബാങ്ക് അക്കൗണ്ട് മുംബൈ താനെയിലെ ഒരു സ്വകാര്യ കമ്പനിയുടേതാണെന്ന് വിജിലൻസ് കണ്ടെത്തി. ഇതിന്റെ ഉടമ ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വിജിലൻസ്. കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ നിന്നും പിടിച്ചെടുത്ത ഗാഡ്ജറ്റ്സ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും അന്വേഷണത്തിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും വിജിലൻസ് എസ്.പി. ശശിധരൻ അറിയിച്ചു. പരാതിക്കാരൻ്റെ മൊഴി പ്രകാരമാണ് ഒന്നാം പ്രതിയെ എഫ്ഐആറിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റുള്ളവർക്കെതിരെ എവിഡൻസ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് നമ്മളത് അവരെ അറസ്റ്റ് ചെയ്തത്. ഇനി മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന രാഷ്ട്രീയ വേട്ടയ്ക്കും ഉദ്യോഗസ്ഥ അഴിമതിയിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി ഇ.ഡി. ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ബാരിക്കേഡ് വെച്ച് തടഞ്ഞ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്ന ബി.ജെ.പിയുടെ വളർത്തുപട്ടികളായി രാജ്യത്തെ ഇ.ഡി. സംവിധാനം മാറി എന്നാണ് ഏറ്റവും വലിയ ഗതികേട്. എന്ത് ഇത്ര വലിയ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം, കോൺഗ്രസ് പാർട്ടി ഒരു വരി പ്രസ്താവന പോലും ഇറക്കി മുന്നോട്ട് വരാതിരുന്നത്? അപ്പൊ ഇ.ഡി. വേട്ടക്കിറങ്ങുമ്പോ മുന്നിൽ ചാടി വീഴുന്ന വേട്ടപ്പട്ടികളായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. വിജിലൻസ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് അറസ്റ്റിലായ 3 പ്രതികളെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാനാണ് വിജിലൻസ് തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി.